ഇജു ഓ. നമ്മുടെ ആ മാരേജ് ബ്യൂറോ തട്ടിപ്പില്ലേ അത് ഇനി നടക്കുന്നില്ല മോനെ. അതെന്താടാ? ഇന്നലെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അവരനിയന് കല്യാണത്തിന് വേണ്ടിയിട്ട്. നീ ഏത് ഫോട്ടോ എടുത്തെന്ന ഫേസ്ബുക്കിൽ നിന്ന്? ആ പെണ്ണിന്റെ ഫോട്ടോ കൂടിയല്ലേ അവരനിയന് അയച്ചു കൊടുത്തത്. മോനെ അവര് വന്നിട്ട് അടിച്ച അടിയല്ലേ ഇത്. നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാൻ. ചൂടായിപ്പൊന്നില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും ബിജൂട്ടി? അതന്നെയാണോ അറിയാത്തത്. ഈ നമ്മള് ബ്രോക്കർ ശശിയാട്ടെ വീട് എവിടെയാ? ബ്രോക്കർ ശശിയേട്ടനല്ലേ? ബ്രോക്കർ ശശിയേട്ടന്റെ മോന് വയ്യാണ്ട് തെങ്ങുന്ന് വീണ്ട. ആ ആള് മോന് വയ്യാണ്ടായിട്ട് ഇപ്പൊ പുറത്തേക്ക് ആ വീട്ടിൽ തന്നെ അല്ലേ? എന്തായിരുന്നു സംഭവം? അത് 10 ഏക്കർ സ്ഥലം മൂപ്പരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോ ലീവ് അത്രയേ ഉള്ളൂ. അപ്പോ പെട്ടെന്ന് പോവും. ഒന്ന് കണ്ട് പറയാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. ബിജൂട്ടി ഇന്ത്യ കെയർ ഓഫ് ഒരാളില്ലേ? അല്ലാട്ടാ, അത് ആരേനു ഒന്ന് അവരെ മുട്ടിച്ചേരാൻ പറ്റുമോ? രണ്ടാളുണ്ട്. ഞങ്ങൾ രണ്ടാൾ തന്നെയാണ്. കണ്ണൂർ ലുക്കില്ലാന്നേ ഉള്ളൂ. ബ്രോക്കേഴ്സ് ആണ്. എടാ, ഈ കണ്ണൂർ എയർപോർട്ടിന്റെ സ്ഥലം ആരാ ഡീൽ ചെയ്തിന്? നമ്മളല്ലേ? അല്ല, പിന്നെ ഒരു സ്ഥലം ഉണ്ട്. ഇത് അതങ്ങ് കൊണ്ട് കാണിച്ചു കൊടുത്താലോ? ആള് മൂപ്പര് ഗൾഫിൽ നിന്നെല്ലാം വന്ന് പാവം ശശിയേട്ടനാണെന്ന് എങ്ങനെ ആയിട്ട് കിടക്കും. മറ്റേ മോന് ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ? ആ വളവിൽ അവിടെ വണ്ടിയിലൊക്കെ നിർത്തിക്കാൻ. ഞങ്ങളുടെ വണ്ടിയിലങ്ങ് വരാം കേട്ടോ. ഞങ്ങള് അങ്ങോട്ടെ. ഓക്കെ ഓക്കെ. ഈ മുണ്ടിന് തല നിർത്തുന്ന എല്ലാ ബിജൂട്ടി, നീ ഏത് സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞേ? നമ്മുടെ സുഭാഷില്ലേ? സുഭാഷിന്റെ സ്ഥലടോ. എന്നാലും ബിജൂട്ടി സുഭാഷിന്റെ സ്ഥലം വേണോടാ. സുഭാഷ് ഇപ്പോഴൊന്നും ഇവിടേക്ക് വരില്ല. പിന്നെ ഇയാളെനെ ഒരു 2-3 പ്രാവശ്യം നടത്തിച്ചിട്ട് നമ്മൾ സ്ഥിരം എന്താ ചെയ്യല്? കുറച്ച് പൈസ എല്ലാം തട്ടിച്ചിട്ട് പിന്നെ അയാളെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാന്ന്. അപ്പൊ ചേട്ടാ, ഈ കാണുന്ന സ്ഥലങ്ങളല്ല ഈ കാണില്ലേ, അതിനപ്പുറം ഒരു വൃത്തിത്തോട്ടല്ല ഉണ്ട്. അതെല്ലാം ഇതിൽ പെട്ടാ. പിന്നെ ആ കാണുന്ന തേക്ക് കണ്ടില്ലേ? ആ തേക്ക്. എടാ ഷിജു, പിന്നെ വേറൊരു മറ്റേ ഇതുണ്ടായിരുന്നില്ല, ഒരു ഈട്ടി ഉണ്ടായിരുന്നില്ലടാ. സുഭാഷ് ചേട്ടന് ഇപ്പൊ പരോള് കിട്ടി. ഞാനറിയണ്ട എന്റെ സ്ഥലം കച്ചവടാക്കാനായില്ലേ നീ? ചേട്ടാ, കൊല്ലരുത്. പറ്റിച്ചു നിന്ന് ശീലായി പോയി. അവനും എനിക്കും. അവനെ പോലെ ഓടാനുള്ള ത്രാണി ഇല്ലെങ്കിൽ കണ്ടില്ലേ ഈ അവസ്ഥയിലുള്ളു. പിഗ്മെന്റ് കാണിച്ച പ്രശ്നമാണ്. എടാ ബിജൂട്ടി, നീ അന്നൊരു പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു തന്നിട്ടാ? ഏത് സുഭാഷ് ചേട്ടാ? ഇതില് മുന്നേ ഒരു ഫോട്ടോ. സുഭാഷ് ചേട്ടാ നോക്ക്. അതങ്ങ് ഉറപ്പിക്കാം അല്ലെ? പക്ഷെ നമുക്ക് അടുത്ത വരവിനും പൈസ എല്ലാം കൊണ്ടുവരും. ദൈവമേ, അണീറോസിന്റെ ഫോട്ടോ ആണ് ഈ കാലം മാത്രം കാണിച്ചു കൊടുത്ത്. പിന്നെ ജയിൽവാസെല്ലാം കഴിഞ്ഞ് കല്യാണ പ്രയാസം കഴിഞ്ഞോണ്ടിരിക്കുന്നേ. നീ അന്നൊരു ഫോട്ടോ കാണിച്ചൊന്ന് ഒപ്പിക്കാൻ പറ്റുമോ പെണ്ണിനെ?